പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ആരാധനയും അതിനെ തുടർന്ന് നടക്കുന്ന യൂത്ത് മീറ്റിംഗ് ഒക്കെ വലിയ അനുഗ്രഹവും വിടുതലുമാക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി തീർക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾ അടുത്ത് വരുന്നു. ഇന്ന് പകൽ ഞങ്ങളെ കൂട്ടുവരുത്തി അവിടുത്തെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുവരായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ആശീർവദിക്കണമേ. തിരുസന്നിധാനത്തിൽ വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ ഈ ദേശത്ത് ഞങ്ങളെ ആക്കിവെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ വിട്ടുപോയ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ചു. പുതിയ ആഴ്ചയുടെ കാലം ഒന്നാം ദിനം വിശുദ്ധ പകൽക്കാലം ദൈവസ്ഥലിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവ് അധ്വാനിപ്പാനും ജോലി ചെയ്യുവാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള ബലം ഞങ്ങൾക്ക് നൽകുന്നു. ഞങ്ങൾ ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ പരിപാലനം അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ശാരീരികമായ ക്ലേശങ്ങൾ ഞങ്ങളെ വിടുവിച്ചു. കർത്താവ് വീഴ്ചകൾ, താഴ്ചകൾ, പ്രയാസം ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ. ഞങ്ങളെ കരുതി അവിടുത്തെ എല്ലാ കരുതലിനും വിടുതലിനുമായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ആദ്യോടൊപ്പം ശുശ്രൂഷകളെ ആശീർവദിച്ചാട്ട് കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ ആരാധനാലയത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയണയായി തീരണം. ആരാധനക്കുള്ള യൂത്ത് മീറ്റിംഗിനായി പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹമാക്കി ദൈവനാമത്തിൽ ഇടയാക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ തട്ടി പാട്ടുകൾ പാടി ദൈവത്തെ നമ്മെ വീണ്ടെടുത്ത ആ നല്ല കൃപയെ ഓർത്ത് നമുക്ക് അവനെ വാഴ്ത്തി സ്തുതിക്കാം. നല്ല നാഥനെ ഓർത്ത് നമുക്ക് പാടാം. പരിശുദ്ധൻ മഹോന്നതൻ പരമേശ്വരൻ വിളങ്ങും മഹേശ്വരൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ.
ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, മഹത്വത്തിന് മുകളിലേക്ക് യോഗ്യനായ കർത്താവിനെ ഇന്ന് മുതൽ കാലം ആരാധിപ്പാൻ ദൈവം നമ്മെ കൂട്ടുവരുത്തിയല്ലോ. കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്തുതിസ്തോത്രയാകുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് നമ്മുടെ ദൈവത്തിന് വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഹല്ലേലൂയ. അടുത്ത കാലം ചേർന്ന് പാടപ്പോൾ നമുക്ക് എല്ലാവരും ദിവസം എഴുന്നേറ്റുകൊണ്ട് പാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് മാറാത്ത സഖിയായി നമുക്ക് വേണ്ടി എന്നും എന്നും കൂടെയുള്ള കർത്താവാണ്. ഹല്ലേലൂയ. സർവ്വ സൃഷ്ടികളും ഒരുമിച്ച് ആരാധിക്കുന്ന ഹല്ലേലൂയ. ആകാശം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ഇതാരാണ് കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇത് രാവിലെ കാലം ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ ജീവനുള്ളവരായ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹികളാക്കി നമ്മെ കർത്താവ് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. We are so privileged to be in the presence of God this morning. Hallelujah. To worship God Almighty in spirit and truth. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മഹനീയമായ ഒരു അനുഭവമാണ്. ഇത് രാവിലെ കാലത്ത് കാലം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിയിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്ന ഞങ്ങളുടെ പഴയ ഗാനം ചേർന്ന് പാടി കരകളെ തട്ടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും കുഞ്ഞുനാഥനെ. ഈശോയുടെ ജീവിക്കുന്ന ഘോഷിച്ചിടും കുഞ്ഞുനാഥനെ. യേശു മാറാത്തവൻ
അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. Praise God, Jesus. In the name of Jesus. Hallelujah. ദൈവമേ, ഞങ്ങളെ വാഴ്ത്തുന്നു. ആമേൻ. പ്രാർത്ഥന കേട്ടവരാ നമുക്ക് ദൈവത്തെ എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. 124 സങ്കീർത്തനം വാക്യപ്രതികാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 124 will lead us responsibly and give glory to God. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. സങ്കീർത്തനം Psalm 124. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനെ മീതെ കവിയുമായിരുന്നു. വേട്ടക്കാരുടെ കരയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണം വഴുതിപ്പോന്നിരിക്കുന്നു. കെടിപൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാൻ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ സഹായം ഹല്ലേലൂയ
ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. Our help belongs to the Lord. Hallelujah. The Lord Yahweh who made heavens and earth. Hallelujah. If God has been not on our side. Hallelujah. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്തായതുകൊണ്ട്, യേശുവിന്റെ പക്ഷത്തായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ജീവനോടും ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് കഴിയുന്നു എന്ന് പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാം. ദൈവത്തിൽ കരങ്ങളിൽ എഴുതി ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് ആരാധന അർപ്പിച്ചാട്ട്, കർത്താവേ ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി നിലകൊണ്ടതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിശ്വസ്തരാണ്, കുറവുള്ളവരാണെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തത ഞങ്ങൾക്കായി വെളിപ്പെട്ടതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങളെ രാവിലെ കാലം വിശുദ്ധ ആരാധനയ്ക്കായി കൂട്ടുവരുത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കും നീതിക്കുമായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ആരാധന അതോടെ നമുക്ക് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെല്ലാം ആശീർവദിക്കണം. സകലം ദൈവനാമത്തിന് മഹത്വനാക്കി തീർക്കണം. ഞങ്ങളെ വിട്ടുപോയ ഒരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദിവസം ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾ എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് വീട്ടുമൊരുക്കുന്ന ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 124 സങ്കീർത്തനം ആരോഹണ ഗീതങ്ങളിൽ ഉൾപ്പെടുന്ന ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. Praise the Lord. A psalm that is from the Ascent series that we see as a psalm of David. Praise the Lord. Ascent എന്ന് പറഞ്ഞാൽ, Ascent series എന്ന് പറഞ്ഞാൽ അവർ ഉത്സവത്തിനായി യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവർ ആ പർവ്വതം, യെരൂശലേം മന്ദിരം, ദേവാലയം ഇരിക്കുന്ന പർവ്വതം, ആ കുന്ന് കയറുമ്പോൾ, കുന്ന് കയറുന്ന സമയത്ത് പാടുന്ന പാട്ടാണ്. സ്തോത്രം. നമുക്കറിയാം, ആ കുന്ന് കയറുന്നതിന്റെ ആ ഒരു ശ്രമകരമായ ആ പ്രവൃത്തിക്ക് അല്പം ഒരു ആശ്വാസം കണ്ടെത്തുവാൻ ദൈവത്തിന് മഹത്വം കൊടുത്ത അവർ പോകുന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നുമില്ലാത്ത കാലത്ത് കുഞ്ഞുങ്ങളുമായി പലരും യാഗമൃഗങ്ങളുമായി ഒക്കെ പോകുന്ന വഴിയിൽ അവർ ദൈവത്തെ പാടി ആരാധിക്കുന്ന ഗാനങ്ങളാണ് ആരോപണ ഗീതങ്ങൾ. സോ അതോടെ പറയുന്നു, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, പ്രൈസ് ദി ലോർഡ്, യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നു. Praise the Lord. If the Lord was not on our side. This psalm is exclusively giving a note on the dependency, our dependency upon God. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം. Praise the Lord. അതിനെ വ്യക്തമാക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഹല്ലേലൂയ ഈ സങ്കീർത്തനം. ദൈവമല്ലാതെ ഒന്നുമില്ല. Praise the Lord. Hallelujah. Affirming the difference that God makes in our lives. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിക്കുന്ന ആ പ്രത്യേകത, നാം ദൈവമക്കളായതുകൊണ്ടുള്ള പ്രത്യേകത. Many times we are unique in different ways. Praise the Lord. നമ്മൾ പല രീതിയിലും വ്യത്യസ്തരാണ്, പ്രത്യേകതയുള്ളവരാണ്. സ്തോത്രം. അതെല്ലാം ഒരുപക്ഷെ കാലപ്പഴക്കത്തിൽ മാഞ്ഞു പോകാം. സ്തോത്രം. സൗന്ദര്യത്തിൽ പ്രത്യേകതയുള്ളവരുണ്ട്, ക്വാളിഫിക്കേഷനിൽ പഠനത്തിൽ പ്രത്യേകതയുള്ളവരുണ്ട്, കുടുംബ മഹിമയിലും പണത്തിലും ഒക്കെ പ്രത്യേകതയുള്ളവരുണ്ട്. എന്നാൽ അതൊക്കെ മാറിപ്പോകാം. എന്നാൽ when we affirm our difference based on God, that shall never pass away. Hallelujah. ഇന്ന് പകൽക്കാലം നാം അറിയപ്പെടേണ്ടത് ദൈവമക്കളെന്നാണ്. നമ്മുടെ വ്യത്യസ്തത ദൈവത്തിൽ നിന്ന് തുടങ്ങണം. ഹല്ലേലൂയ. നാം ദൈവമക്കളാണ്. ദൈവത്തിൽ തുടങ്ങുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. മറ്റെല്ലാം മാറിപ്പോകുമ്പോൾ ഇസ്രായേൽ പറയണം, ദൈവം ഞങ്ങളുടെ പക്ഷത്താ, യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ ഞങ്ങളോട് എതിർത്ത സമയങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ അത് അഫേം ചെയ്യുന്ന, അത് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരുടെ ആഗ്രഹങ്ങളിൽ നിന്ന്, മുന്നോട്ടുള്ളവരുടെ ഭാവിയെ നോക്കി അവർ പറയുക, യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. Where would you be without God? Hallelujah. ദൈവം എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമുക്ക് അനുകൂലമല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെ ആയിരുന്നേനെ? അല്ലെങ്കിൽ നാം പലപ്പോഴും പറയാറുള്ളത്, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, ഒരു ദൈവ പൈതലല്ലായിരുന്നുവെങ്കിൽ ഞാൻ എവിടെ ആയിരുന്നേനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുക യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളാകുന്നു, എന്നിൽ വസിക്കുന്നവൻ അധികം ഫലം കായ്ക്കും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. Apart from me you cannot do anything. Hallelujah. Praise the Lord. ഗലാത്യലേഖനം പറഞ്ഞു, if anyone thinks he is something when he is nothing,
he deceives himself. ഹല്ലേലൂയ. നമ്മെ ചതിക്കുന്നവരായി തീരരുത്. നാം ഒന്നുമില്ല ഏതുമില്ല എന്ന് ദൈവത്തിൽ വിളിച്ചു പറയുന്നത് ആരാധന. ഹല്ലേലൂയ. അതൊരു ഇൻഫീരിയോറിറ്റി ആയിട്ട് കാണണ്ട, അതൊരു പ്രിവിലേജ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇല്ലായ്മ പറയുവാനല്ല. Hallelujah. Dependency upon God is not a weakness, but it is our strength. Hallelujah. Praise the Lord. If God is for us, who can be against us? ആ ഒരു ഉറപ്പ് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. Praise the Lord. If God is for us, who can be against us എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൊണ്ട് ദൈവം എന്റെ സൗഖ്യത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. If you want God to be with you, you have to walk according to His will. ദൈവത്തിന്റെ ഹിതപ്രകാരം സഞ്ചരിക്കുന്ന ഒരു ദൈവവൈതലിന് ഏത് പ്രതികൂലത്തെയും ധൈര്യത്തോടെ നേരിടാൻ കഴിയും. ദാവീദിന്റെ അനുഭവമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാ. ദാവീദ് എന്തുകൊണ്ട് അത്ര ധൈര്യത്തോടെ ഗോലിയാത്തിന് മുമ്പിലേക്ക് ചെന്നത്? സ്തോത്രം. അവിടെ ഹീറോ ആകാൻ വേണ്ടി ഒന്നും പോയതല്ല. അവന് ഏറ്റവും അവന്റെ ഉള്ളിൽ വന്നത് യഹോവ എന്റെ പക്ഷത്തുണ്ട്, യഹോവ ഇസ്രായേലിന്റെ പക്ഷത്തുണ്ട്. അവിടെ പിടിച്ചു കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല ദാവീദ് പോയത്. ദാവീദിന് അറിയാം യുദ്ധം യഹോവയ്ക്കുള്ളതാ, ഇവിടെ ദൈവത്തിന്റെ ആ പ്രവൃത്തി. ഹല്ലേലൂയ. ഞാൻ അവിടെ ഒരു ഇൻസ്ട്രുമെന്റ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഒരു ഉപകരണം മാത്രമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയയുള്ളവരെ, യഹോവ നമ്മുടെ പക്ഷത്തുള്ളതിനാൽ നമുക്ക് പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? അതിൽ യഹോവ നമ്മുടെ വശത്തേക്ക് മാറി നിന്നതുകൊണ്ട് നാം ഒറ്റയ്ക്ക് നിന്നപ്പോഴും നമുക്ക് കൈത്താങ്ങലായി ദൈവം നിന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ praising God for His protection and deliverance in our life. യഹോവയുടെ പക്ഷത്തുനിന്ന് പറയുകയല്ല, അത് ആ ഡിക്ലറേഷൻ മാത്രമല്ല. നോക്ക, ഞാൻ ദൈവത്തിന്റെ പൈതല സ്തോത്രം എന്ന് പറഞ്ഞ വെല്ലുവിളി മാത്രമല്ല, ദൈവത്തെ ഉയർത്തുക. ദാവീദ് ചെയ്തതാ. സ്തോത്രം. ഗോലിയാത്തിന് മുമ്പിൽ പറഞ്ഞു, നീ ആരെയാണ് നിനക്ക് നിനക്ക് അറിയത്തില്ല. ഒരു കാര്യം, ഞാൻ വരുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. അവിടെ അവന്റെ കഴിവൊന്നും അവൻ ഉയർത്തില്ല. അവന്റെ കാര്യങ്ങൾ, അവൻ ചെയ്ത കാര്യങ്ങൾ ശൗലിനോട് പറഞ്ഞു. പക്ഷേ ഗോലിയാത്തിന് മുമ്പിൽ അവർക്ക് പറഞ്ഞില്ല. ഗോലിയാത്തിന് മുമ്പിൽ അവൻ ഉയർത്തിയ ദൈവത്തെയാ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം നമുക്ക് ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉണ്ടാകാം. അതൊക്കെ ആളുകൾക്ക് അറിഞ്ഞോ അറിയാതിരിക്കും, എനിക്ക് വിഷയമല്ല. ഒറ്റ കാര്യം, പ്രതികൂലത്തിന്റെ നടുവിൽ എനിക്ക് ഉയർത്തുവാൻ ഒറ്റ നാമമേ ഉള്ളൂ, അതിന്റെ ദൈവത്തിന്റെ നാമമാ. അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടാൽ പിന്നെ ബാക്കി ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, to lift up His name that is due. Hallelujah. His name is due for worship. Hallelujah. ആ നാമം is worthy to be worshipped. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. Hallelujah. Also He protects you from all the dangers. Hallelujah. അവിടെ സങ്കീർത്തനക്കാരി ചെറിയ സങ്കീർത്തനത്തില് ഹല്ലേലൂയ പറയാ, അവരുടെ പല്ലിനിരയായി ഞങ്ങളെ കൊടുക്കുകയാൽ, പൊങ്ങിയിരുന്ന വെള്ളം ഞങ്ങളുടെ പ്രാണന് ഇരവരാത്തതിനാൽ, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി അതിൽ പുറപ്പെട്ടു പോകുന്നത് പോലെ. അല്ല, ഒത്തിരി അനുഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ സമാനമായത് പറയാനുണ്ട്. അതിനെ അവനെ ഉപമിക്കുന്നത് എങ്ങനെയാ? വേട്ടക്കാരന്റെ കെണിയിൽ പെട്ടൊരു പക്ഷി. സ്തോത്രം. ഹല്ലേലൂയ. A bird that happened to be in that trap, but what happened when he was about to get it? ഹല്ലേലൂയ. അതിനെ പിടിക്കാൻ ചെന്നപ്പോൾ പെട്ടെന്ന് കെണി പൊട്ടിയിട്ട് ഈ പക്ഷി പറന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇരുന്ന് ആലോചിച്ച് ദൈവം നമ്മെ പഠിപ്പിച്ച വഴിയുണ്ട്. രാവിലെ നന്ദി പറയാതെ ദൈവത്തിൽ പോകല്ലേ കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു സ്തോത്രവിലും പറയാതെ പോകരുത്. ഹല്ലേലൂയ. പലരുടെയും പല്ലിന്റെ ഇടയിൽ നാം പെട്ടുപോകാമായിരുന്നു. പലതിന്റെ പല പൽചക്രങ്ങളുടെ ഇടയിൽ നാം അരഞ്ഞ് ഹല്ലേലൂയ അമർന്ന് ഇല്ലാതാകുമായിരുന്നു. എന്നാൽ അവിടെ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച വഴികൾ ഇന്ന് ദിവസത്തിൽ മറന്നു പോകരുത്. ഹല്ലേലൂയ. അവസാന വാക്യത്തിൽ പറയുക, He's declaring to others. ഹല്ലേലൂയ. നാം ദൈവം നമ്മുടെ അനുകൂലമാണെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ സ്തുതി അർപ്പിച്ചു. The third part is telling others about this. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് പരാജയം വരുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ ആരാധന ദൈവത്തെ ആരാധിക്കുന്നത് സന്തോഷമാണ്. But we have to testify about God's greatness. ഹല്ലേലൂയ. നമുക്കൊരു നന്മ വരുമ്പോൾ ആളുകൾ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമല്ലോ. സ്തോത്രം. നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾ നമ്മെ പുകഴ്ത്തി പറയും. അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ നമുക്ക്? സ്തോത്രം. ദൈവമക്കളുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ലോകക്കാരുടെ മുമ്പിലും it is because I'm a child of God. എന്റെ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. മറ്റു ജാതികളൊക്കെ ചെയ്താൽ അവർക്ക് യാതൊരു ലജ്ജയുമില്ല. എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് പലപ്പോഴും അതൊരു ലജ്ജ. എന്തിനാ അവരുടെ മുമ്പിൽ പറയുന്നത്? നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞാൽ പോരെ. No, our God shall be and praised everywhere. Hallelujah. ഇവിടെ നമ്മുടെ സഹായം ആകാശത്തെ ഭൂമി. അതാണ് എന്താ അങ്ങനെ പറഞ്ഞത്? സ്തോത്രം. Hallelujah. That is generalizing the
sovereignty of God. Hallelujah. Praise the Lord. മറ്റുള്ളവർ അറിയണം ഈ ആകാശത്തെ, ഈ ഭൂമിയെ, ഈ കാണുന്നതിനെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമാണ് എന്റെ ദൈവം. Hallelujah. Praise the Lord. ജോഗ്രഫിക്കൽ ഏരിയയിൽ ലിമിറ്റഡോ, ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടിയുള്ള ദൈവമോ, ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ള ദൈവമോ, ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയോ ഒരു ജാതിക്ക് വേണ്ടിയുള്ള ദൈവമല്ല എന്റെ ദൈവം. Hallelujah. എന്റെ ദൈവം സകല ജാതികളും ഹല്ലേലൂയ ആരാധിക്കുന്ന സകലത്തെ ഉണ്ടാക്കിയ സൃഷ്ടാവാം ദൈവമാണ്. അവരിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ സ്തുതിപ്പാൻ കഴിയും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ ദൈവത്തെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്നത് നമ്മുടെ അഭിമാനമായി, നമ്മുടെ ഭാഗ്യ പദവിയായി നമുക്ക് കാണുവാൻ. Giving glory to God for what he has done. Hallelujah. ദൈവത്തിന് മഹത്വം കൊടുക്കുക. And also that will encourage others to depend upon this God. They might have never heard about such a God. They might have heard about many other different names, many other gods. But how confidently this person is saying about a God whom he is trusting. Hallelujah. നാം ഇത് ചെയ്താൽ മാത്രം മതി. ആളുകളുടെ പ്രതികരണത്തെ കുറിച്ച് നമ്മൾ ഭാരപ്പെടില്ല. ചിലരുടെ ഉള്ളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മുടെ ഒരു സ്തുതിക്ക് കാരണമാകും. കാരണം സ്തുതിക്കുമ്പോൾ നമ്മൾ നമ്മളെ അല്ല ഉയർത്തുന്നത്, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത്. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് ആ എൻവയോൺമെന്റ് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാകും. പിന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് ആളുകളുടെ പ്രതികരണം ഭയപ്പെടേണ്ട. ഇത് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക, എന്റെ ദൈവത്തെ ഞാൻ ഉയർത്തും. ഏത് പ്രതികൂലത്തെ ഞാൻ ഉയർത്തും, ഏത് ഭാരത്തെ ഞാൻ ഉയർത്തും. ഈ ആഴ്ചക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നമ്മൾ എന്തൊക്കെ അഭിമുഖിക്കും നമുക്കറിയില്ല. ഇത് പകരം തീരുമാനമെടുത്ത് കർത്താവേ നിന്നെ ഉയർത്തുവാൻ, നീ എന്റെ പക്ഷത്താണെന്നുള്ള ഉറപ്പോടെ എന്റെ ജീവിതത്തെ ചുവടെടുത്ത് വെക്കുവാൻ. ഇത് പകൽക്കാലം to lift up your name, to glorify your name, no matter what I am going to face. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, അത് മറ്റുള്ളവരിലേക്ക് അതിന്റെ പ്രതിഫലനം ഉണ്ടാകുവാൻ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ ഇന്ന് മുതൽ കലമടയായി തീരട്ടെ. ദൈവമുള്ളവരെ ആരെയാണ് നമ്മൾ ഉയർത്തുന്നത്? നമ്മുടെ പക്ഷത്തു നിന്നൊരു ദൈവം. ഹല്ലേലൂയ. നമ്മെ വിടുവിച്ചൊരു ദൈവം. ഈ അനുഭവങ്ങൾ ഹല്ലേലൂയ സ്തോത്ര പ്രാർത്ഥനയിലും ഒരു സാക്ഷ്യത്തിലും ഒതുക്കേണ്ടതല്ല. This is a mission. ഹല്ലേലൂയ. ഒരു ദൗത്യമായി മാറട്ടെ. ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ അത് എൻജോയ് ചെയ്യുക മാത്രമല്ല, അത് ദൈവത്തെ ഉയർത്തുന്നതിന്റെ ദൗത്യമായി നമ്മുടെ ജീവിതത്തിൽ മാറണം. കർത്താവ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ hallelujah there is, just like God gave Abraham the blessing, I will bless you. Hallelujah. അടുത്തത് പറഞ്ഞേ, നീ you will be a blessing. Amen. Hallelujah. How we will be a blessing. Hallelujah. How we will be an everlasting blessing in the life of others. ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന് ആക്സസ് കൊടുക്കുന്ന, ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിനേക്കാൾ ഉപരിയായി ഒരു ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന, നമ്മുടെ തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ആ ഒരു അനുഗ്രഹമായി ഏറ്റവും വലിയ അനുഗ്രഹം. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് അതിനു വേണ്ടിയാ. ഹല്ലേലൂയ. To give God to others. ഹല്ലേലൂയ. ഈ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇതായിരുന്നു വലിയ ദൗത്യം. That is the meaning of the real meaning of that word. You will be a blessing. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്ന മറ്റേത് അനുഗ്രഹവും ഇല്ലാതായി പോകും. നമ്മൾ പണം കൊടുത്താൽ അതില്ലാതെ പോകും. സഹായങ്ങൾ ചെയ്താൽ, വീട് വെച്ച് കൊടുത്താൽ അതൊക്കെ ഒരു നിമിഷം മാറിപ്പോകും. എന്നാൽ ദൈവത്തെ ഒരുവരിലേക്ക് എത്തിച്ചാൽ, ഒരുവരെ ദൈവത്തിലേക്ക് എത്തിച്ചാൽ നിത്യതയോളം പിന്നെ അവൻ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. This is the real meaning of the word. You shall be a blessing. Hallelujah. That is the real purpose behind God blessing us. Hallelujah. ഒരു നിമിഷം കഴിഞ്ഞ ദിവസം നടക്കുക. ഇന്ന് പകൽ തീരുമാനം കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ എത്ര പേർക്ക് അനുഗ്രഹമാ. ഹല്ലേലൂയ. ഞാൻ എത്ര പേർക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കുന്നവനാ. ഞാൻ എത്ര പേരുടെ ഉള്ളിലേക്ക് ഈ ദൈവസ്നേഹത്തെ പകരുന്നവനാ. അതാണ് റിയൽ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. മറ്റൊരെല്ലാം വഴികൾ അടയുമ്പോൾ എനിക്ക് ദൈവത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ ഭാഗ്യപദവി. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, ഓ എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഇത് മുതൽ കഴിഞ്ഞ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്ത ജാതിയായ ഇസ്രായേൽ ദൈവത്തിലേക്ക് ലോക ജനതയെ മുഴുവൻ എത്തിക്കുവാൻ അന്ന് തിരഞ്ഞെടുത്തവർ പരാജയപ്പെട്ടപ്പോൾ കർത്താവ് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാന രക്തം വരെയും ഹല്ലേലൂയ മറുവിലയായി തന്ന ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തോട് അടുപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം.
ഇത് പകൽക്കാലം ഞങ്ങളുടെ സഹായം ദൈവത്തിൽ കരുന്ന, ഞങ്ങളുടെ അനുഗ്രഹം ദൈവത്തിൽ കരുന്ന. When you bless us, make us a blessing for others. Hallelujah. ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ദൈവത്തെ മറ്റുള്ളവരിൽ എത്തിക്കുന്ന അനുഭവത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അതിനാൽ ഞങ്ങൾ ഇത് പകൽക്കാലം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. The kids will come forward for the memory verses. Hallelujah. Kids, please come forward. Praise the Lord. Hallelujah. Glory to God. ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം, സ്തോത്രം. Hallelujah. Hallelujah. സ്തോത്രം. Romans 15:13. Now may the God of hope fill you with all joy and peace, Hallelujah. in believing that you may abound in hope in the power of the Holy Spirit. I will obey you, O God, for I am fearfully and wonderfully made. Psalm 100 verses 1 to 2. Make a joyful shout to the Lord, all ye nations. Come to the Lord with gladness. Come before his presence with singing. Galatians chapter 5, verse 22 to 23. But the Holy Spirit produces this kind of fruit in our lives: love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Philippians chapter 4, verse 6. Do not be anxious about anything, but in every situation with prayer and petition, with thanksgiving, bring your requests to God. This is the day the Lord has made. Let us rejoice and be glad. Amen. The Lord is my light and salvation. Whom shall I fear? He is the strength of my life. Whom shall I be afraid? The fear of the Lord is the beginning of the knowledge, but fools despise wisdom and instructions. Proverbs 1 verse 7. Amen. Psalm 39:15. For you called my inmost being, you knit me together in my mother's womb. Return to your rest, O my soul, for the Lord has dealt bountifully with you. You have delivered my soul from death, my eyes from tears, and my feet from falling. Psalms 116 verses 7 and 8. 1 Corinthians verses 13, 4 to 6. Love is patient, love is kind. It does not envy, it does not boast, it is not proud. Love does not dishonor others, it is not self-seeking, it is not easily angered, and it keeps no record of wrongs. Love does not delight in evil, but rejoices with the truth. Psalm 37 verses 16 to 17. A little that a righteous man has is better than the riches of the many wicked. For the arms of the wicked shall be broken, but the Lord upholds the righteous. She opens her mouth with wisdom, and teaching of kindness is on her tongue. She looks well to the ways of her household, and does not eat the bread of idleness. Her children rise up and bless her. Her husband also, and he praises her.
Many women have done excellently, but you surpass them all. Many women have done excellently, but you surpass them all. Charm is deceitful and beauty is vain, but a woman who fears the Lord is to be praised. Give her the fruit of her hands, and let her words praise her in the gates. Proverbs 31, verses 26 to 31. Be joyful always, pray continuously, and give thanks in all circumstances, for this is God's will for you in Christ Jesus. 1 Thessalonians 5:16-18. The thoughts of the righteous are right, but the counsel of the wicked is deceitful. The words of the wicked are lying in wait for blood, but the mouth of the upright will deliver them. The wicked will be overthrown, but the house of the righteous will be standing. Proverbs 12, verses 5-8. Good job, Molly. God bless. യേശുമണവാളൻ നമ്മെ ചേർത്തുവാൻ മധ്യവാനിൽ വീണിടുവാൻ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ വേഗത്തിലൊരു സന്ദേശം നിങ്ങളുടെ മധ്യേ പങ്കുവെച്ച് സ്തോത്രം ദൈവസന്നിധിയിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായ ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. John's Gospel, chapter 19, verse 25 through 27. Please read it in Malayalam and English.
മതി, ഇംഗ്ലീഷ് ഭാഷ. Now they stood by the cross of Jesus, his mother, and his mother's sister Mary, the wife of Clopas, and Mary Magdalene. When Jesus therefore saw his mother and the disciple whom he loved standing by, he said to his mother, Woman, behold your son. Then he said to the disciple, Behold your mother. And from that hour that disciple took her to his own home. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനത്തിനായി ദൈവം നന്ദി പറയുന്നു. സ്തോത്രം. Behold your mother. Praise the Lord. Behold thy mother. ഇന്ന് മദേഴ്സ് ഡേ ആണ്. എല്ലാവരും ലോകത്ത് മുഴുവൻ സ്തോത്രം മാതൃദിനമായി സ്തോത്രം അമ്മമാരെ ആദരിക്കുന്ന ദിവസമാണ്. സ്തോത്രം. പല രീതിയിൽ ആഘോഷിക്കുന്നു. നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ സ്തോത്രം കർത്താവ് യേശുക്രിസ്തു കാണിച്ചൊരു മാതൃകയുണ്ട്. നമ്മുടെ മാതാവിനെ ആദരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. അത് മറ്റ് ഇതര സമുദായങ്ങൾ മറ്റു രീതിയിൽ അതിനെ കാണുമ്പോൾ നമുക്ക് അതിനൊന്ന് നല്ല മാതൃക എടുക്കാനുള്ളത്. സ്തോത്രം. യേശുവിന്റെ അമ്മ എന്ന നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് യേശുവിന്റെ അമ്മ. ഒരിക്കലും നല്ല ആരാധനാപാത്രമല്ല യേശുവിന്റെ അമ്മ. അങ്ങനെ നാം വിശ്വസിക്കുന്നില്ല. മാതാവിനെ ബഹുമാനിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഒരു ആരാധനാ പാത്രമായോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥയായോ ഒന്നും നമുക്ക് യേശുവിന്റെ മാതാവിനെ കാണുവാൻ കഴിയില്ല. യേശു കർത്താവിന്റെ മാതാവിനും രക്ഷ ആവശ്യമായി. സ്തോത്രം. കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിച്ചവളാണ് യേശു കർത്താവിന്റെ മാതാവ്. സ്തോത്രം. യേശുവിന് ജന്മം നൽകിയെങ്കിലും തന്റെ മകനായ യേശു ആണ് തന്റെ ഉദരത്തിൽ ഒരു ഗുരുവായതാണെങ്കിലും ലോകരക്ഷിതാവും ദൈവവുമാണെന്നുള്ള തിരിച്ചറിവ് ആ മാതാവിനുണ്ടായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് കാണിച്ച നല്ല മാതൃക ഈ ദിവസം നിങ്ങളോട് പങ്കുവെക്കുവാൻ, അത് ദൈവനാമത്തിന്റെ മഹത്വനായി തീരുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുക. ഇവിടെ നമുക്കറിയാം ക്രൂശിൽ കിടക്കുകയാണ്. ഒരു വലിയ സംഭവമാണ് നടക്കുന്നത്. ലോകരക്ഷിതാവ് മാനവജാതിക്ക് വേണ്ടി മുഴുവൻ ക്രൂശിൽ തന്നെ യാഗമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ശരീരം മുഴുവൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന അവസ്ഥ. ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദന കർത്താവ് അനുഭവിച്ചത് അല്ലേ? സ്തോത്രം. പക്ഷെ അവിടെ ഒരു പ്രധാന കാര്യം കർത്താവ് ചെയ്തു, മറക്കാതെ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പ്രധാനപ്പെട്ട കാര്യം മറക്കാതെ ചെയ്തു. സ്തോത്രം. ഒരു മകൻ എന്ന നിലയിൽ അവിടെ യേശു കർത്താവ് ഒരു മകനായി മാറുകയാണ് അല്ലെ? സ്തോത്രം. ഒരു മകൻ എന്ന നിലയിൽ സ്തോത്രം മാതാവിനോടുള്ള ദൗത്യം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിർവഹിക്കുക ആ വേദനയുടെ നടുവിലും. Even though it is so important that he has to die for this whole world as a sacrificial death, praise the Lord. ഒരു പാപപരിഹാര യാഗമായി താൻ മാറുകയാണ്. ഒരു വലിയ ദൗത്യം താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് എളുപ്പമുള്ള കാര്യമല്ല. വേദനയുടെ നുറുങ്ങലിന്റെ നടുവിലാ. സ്തോത്രം. എന്നാൽ അതിന്റെ ഇടയിലും praise the Lord, even in the midst of that, തന്റെ സ്നേഹിച്ച ശിശുവിനെ അടുത്ത് വിളിച്ചിട്ട് പറയാ, ഇതാ നിന്റെ അമ്മ. Behold your mother. സ്ത്രീയെ സ്തോത്രം, ഇതാ നിന്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് മകൻ എന്ന നിലയിൽ. സ്തോത്രം. യഹൂദന്റെ പാരമ്പര്യ പ്രകാരം സ്തോത്രം മൂത്ത മകനാണ് മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കേണ്ടത്. സ്തോത്രം. എന്നാൽ അവിടെ ആ യേശു കർത്താവിന് ഇനിയും ഒരു മാനുഷിക നിലയിൽ മാതാവിന് കൂടെ ഇരിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സ്തോത്രം ആ മാതാവിനെ അടുക്കൽ വിളിച്ച് യോഹന്നാൻ ഏൽപ്പിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അന്നു മുതൽ യോഹന്നാൻ മറിയെ തന്റെ ഭവനത്തിൽ തന്റെ മാതാവായി കൈക്കൊണ്ടു. വാട്ട് ഈസ് ദ മെസ്സേജ് ഇൻ ദിസ് ആക്ട് ഓഫ് ജീസസ് when he was on the cross? യേശു കർത്താവ് ക്രൂശിൽ മരണം വരിക്കുമ്പോൾ ഈ ചെയ്ത പ്രക്രിയയിലൂടെ യേശു കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ക്രൂശിലും തന്റെ ജീവിതത്തിലും ചെയ്ത എല്ലാത്തിലും ഒരു സന്ദേശമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു സ്തോത്രം, യേശുവിന്റെ അമ്മ മറിയ മാതൃകയുടെ ഒരു മാതാവായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മാതൃകയുടെ ഒരു മാതാവ്. The Magnificat of Mary regarding the birth of Christ. യേശു കർത്താവ് ജനിക്കുവാൻ പോകുന്നു അറിഞ്ഞപ്പോൾ, തന്റെ ഉദരത്തിൽ ലോകരക്ഷിതാവ് ഉരുവാകുന്നു അറിഞ്ഞപ്പോൾ യേശു കർത്താവിനെ ദൈവത്തെ പാടി വാഴ്ത്തിയ ഒരു അനുഭവം അറിയിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം സ്തോത്രം 1-ാം അധ്യായത്തിന്റെ 46 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലോ അത് കാണുവാൻ കഴിയും. ഇന്ന് ചുരുക്കം സമയമായിട്ട് അതൊന്നും വായിപ്പിക്കുന്നില്ല. സ്തോത്രം. ആ വേദഭാഗങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് പിന്നീട് വായിക്കാവുന്നതാണ്. സ്തോത്രം. അവിടെ പറയുന്നു, നമുക്ക് മനസ്സിലായി മറിയുടെ വാക്ക് എന്നൊരു കാര്യം വ്യക്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മാതാക്കളോട് മാത്രമുള്ള സന്ദേശമല്ല ഇത്, എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സന്ദേശമായി ഇത് മാറട്ടെ. മേരി ന്യൂ ഗോഡ് ആൻഡ് ഷീ ന്യൂ ഹിസ് വേർഡ്. ഇതിൽ ഏകദേശം 15ഓളം പഴയ നിയമ ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ അർത്ഥം ആ ചെറുപ്രായത്തിലും വചനം അറിയാവുന്നതായിരുന്നു മറിയ. ഹല്ലേലൂയ. വചനം ഉള്ളിൽ കരുതി വളർത്തും. മാതാക്കൾ ഞാൻ പറയട്ടെ, നിങ്ങൾ മാതാക്കളായ ദൈവം നിങ്ങൾക്ക് ഭാഗ്യ പദവി നൽകി തരുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കാതലായി ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ നശിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറ ഒരിക്കലും അത് വഴിപിഴച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തി. രണ്ടാമതായി, മേരി yield to the will of God. ഹല്ലേലൂയ. സ്തോത്രം.
സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 1-ാം അധ്യായം അതിന്റെ ദൂതൻ വന്ന് അവളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സ്തോത്രം അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. സ്തോത്രം. ലൂക്കോസ് 1-ാം അധ്യായത്തിലാണ് നിനക്ക് അതിന് മറിയ 32-ാം വാക്യത്തിൽ അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. എന്റെ ഇഷ്ടം പോലെ ഭവിക്കണമെന്നല്ല, നിന്റെ ഇഷ്ടം പോലെ നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോഴാണ് ദൂതൻ അവളെ വിട്ടുപോയത്. പ്രിയമുള്ളവര് സ്തോത്രം. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നേരിട്ടത്, എപ്പോഴാണ് മറിയ കന്യകയായ മറിയ ഗർഭത്തിരിച്ചത് നമുക്കറിയില്ല. അതൊക്കെ ദൈവത്തിന്റെ സമയത്ത് നടന്നു. പക്ഷേ ദൂതൻ അഫർമേഷനായി അവളെ വിട്ടുമാറിയത് ഈ വാക്ക് അവൾ പറഞ്ഞപ്പോഴാ. സോ ഷീ yielded to God's will. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാകും. എല്ലാവരുടെ ജീവിതാനുഭവം ഒരുപോലെയല്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ എല്ലാ മാതാക്കൾക്കും ഇവിടെ ആകട്ടെ. ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയട്ടെ ആയിത്തീരട്ടെ. And also many followed all the commandments and tradition of Judaism. Praise the Lord. യഹൂദ മതത്തിലാണ് അവൾ ജനിച്ചു വളർത്തപ്പെട്ടതും അവൾ പോയതും. കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ മതപ്രകാരം വളർത്തുവാൻ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും. തക്ക സമയമായപ്പോൾ യാഗം കഴിപ്പാൻ ആലയത്തിലേക്ക് പോയി. ഹല്ലേലൂയ. സ്വതം ആലയത്തിൽ ഉത്സവത്തിന്റെ സമയത്ത് പെരുന്നാളിനായി യേശു കർത്താവ് 12 വയസ്സുള്ള യേശു കർത്താവിനെയും കരം പിടിച്ച് മറിയയും യോസഫോടെ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് വിളിച്ചു. ഒരു വിളിയുണ്ട്. സ്തോത്രം. ആ വിളിക്ക് തിരഞ്ഞെടുപ്പ് അനുസരിച്ച് വേണം നമ്മുടെ തലമുറയെ വളർത്തുവാൻ. ഈ ദേശത്ത് നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയാത്തൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വഴിക്കായിക്കോട്ട് ചിന്തിക്കും. ഒരിക്കലും പാടില്ല ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. അത് മാത്രമല്ല, അടുത്തതായി നാം കാണുന്നത് ദ മദർഹുഡ് ഓഫ് മേരി ഡ്യൂറിംഗ് ദ മിനിസ്ട്രി ഓഫ് ജീസസ്. യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ നോക്കിയാൽ ഈ മറിയയുടെ കരം പലയിടത്തും കാണുവാൻ കഴിയും. മറിയയുടെ വാക്കുകൾ, കൈത്താങ്ങൽ പലയിടത്തും കാണുവാൻ കഴിയും. പലയിടത്തും നല്ലവണ്ണം കർത്താവിന്റെ ശുശ്രൂഷകളെ മനസ്സിലാക്കുവാൻ മറിയക്ക് കഴിഞ്ഞില്ലെന്ന് നമുക്കറിയാം. എന്തായാലും സ്തോത്രം. കാനാവിലെ കല്യാണത്തിൽ മറിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആൻഡ് ഓൾസോ ഓൺ ദ ക്രോസ് എസ്പെഷ്യലി. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വേദനയുടെ ഏറ്റവും അത്യുന്ന അവസ്ഥയിലും കർത്താവിന്റെ ക്രൂശോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മ. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് നല്ല മാതൃക നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. സ്തോത്രം. കർത്താവ് അതുകൊണ്ടാണ് ഈ മാതാവിനെ ആദരിച്ചത്. സ്തോത്രം. ദൈവത്തിങ്കിലേക്ക് തന്നെ അടുപ്പിക്കുവാൻ താൻ ദൈവമാണ്. സ്തോത്രം. പക്ഷെ എങ്കിലും ഒരു മാതാവിന്റെ ദൗത്യം പൂർണ്ണ നിലയിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത ഒരു മാതാവ് എന്ന നിലയിൽ യേശു കർത്താവ് തന്റെ മാതാവിനെ ആദരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ ആദരിക്കേണ്ടത് സ്തോത്രം നമ്മളുടെ പദവിയിൽ നമ്മെ പേടിച്ചിട്ടുമല്ല. സ്തോത്രം. കർത്താവിലേക്ക് എന്നെ അടുപ്പിച്ച ആദ്യമായി ഒരു കുഞ്ഞ് കർത്താവ് ദൈവത്തെ കുറിച്ച് കേൾക്കുന്നത് അവരുടെ മാതാവിന്റെ കയ്യിൽ നിന്ന്, വായിൽ നിന്ന്. സ്തോത്രം. അത് ആരംഭിക്കുന്ന എപ്പോഴെന്നറിയാമോ? കുഞ്ഞ് പുറത്തു വരും മുമ്പേ ഈ മാതാവിന്റെ പ്രാർത്ഥനകൾ. അപ്പൊ പ്രാർത്ഥിക്കുന്ന പിള്ളേരെ കിട്ടില്ല നേരം. എന്നാൽ മാതാവിന്റെ പ്രാർത്ഥനകൾ, മാതാവിന്റെ ചലനങ്ങൾ, വികാരങ്ങൾ, ഹല്ലേലൂയ ചിന്തകൾ എല്ലാം ഈ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. സ്വന്തം പ്രിയമുള്ളവരെ, ഒരു ഗോഡ്ലി മദർ, ഒരു ദൈവ പൈതൽ. നമുക്കറിയാം കന്യകയായ മറിയ സ്തോത്രം ഗർഭം ധരിച്ചപ്പോൾ അവൾക്കുണ്ടായിരുന്ന ആശങ്കകളെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. എന്നാൽ അതിന്റെ നടുവിലും ദൈവമേ ഞാൻ നിന്റെ ദാസി, ഹല്ലേലൂയ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഒരു മാതാവ് എന്നുള്ള ഒരു വലിയ ദൗത്യമാണ്, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെ പൂർണ്ണമാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ ഹല്ലേലൂയ ആ എപ്പോഴും ദൈവത്തോട് ചേർന്ന ഒരു ബന്ധമാണ് നമുക്കെല്ലാം ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ മാതാക്കൾക്കും സ്തോത്രം കർത്താവിനെ അറിയുന്നവർക്കും അറിയാത്തവർക്കും മാതാവാനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിന് ദൈവം ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ദാനമായി നൽകുമ്പോൾ ആ ഉത്തരവാദിത്വം എന്നറിയാമോ? യേശുവിന്റെ അമ്മ ചെയ്തതുപോലെ ദൈവഹിതപ്രകാരം ഒരു മാതൃകയുള്ള ജീവിതം നയിപ്പാൻ. ഹല്ലേലൂയ. ഒരു നല്ല മാതൃകയാണ് മറിയം നമുക്ക് പല കാര്യങ്ങളില്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെപ്പറ്റി വിവരിക്കാൻ ഇന്ന് പകൽക്കാല സമയമില്ല. ഹല്ലേലൂയ. One more thing I would like to say. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ ആ മാതാവിനെ കരുതുവാനുള്ള വഴി തുറന്നു. ഇന്ന് പകൽക്കാലം ഏതൊരു മാതാവിനും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇതാണ്. എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. And also our children. ഹല്ലേലൂയ. എല്ലാവരും എല്ലാ മനുഷ്യർക്കും മാതാവുണ്ട് അല്ലേ? മാതാവില്ലാതെ ഒരു മനുഷ്യനും എനിക്കില്ല. ആകെ മാത്രമേ ഉള്ളൂ അമ്മയില്ലാതെ ജനിച്ചല്ലേ. അമ്മയില്ലാതെ പൂജാതനായി. അത് ദൈവം അവന്റെ മാതാവും പിതാവും മണ്ണിലേക്ക് നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എല്ലാവർക്കും ജയിപ്പാൻ ഒരു മാതാവ് സ്തോത്രം ഒരു പിതാവ് കാരണമായിട്ടുണ്ട്. വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തില് 20 അധ്യായം നമ്മാണ്. Exodus 20
എന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. Any father figure, any mother figure, we have to honor them. That is biblical. ഈ ദേശത്ത് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ്. സ്തോത്രം. ഗ്രാൻഡ് പോലും പേര് വിളിക്കുന്ന അനുഭവമാണ് അല്ലേ? സ്തോത്രം. മിസ്റ്റർ സോവാൻസോ എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല നാം അനുകരിക്കേണ്ടത്. സ്തോത്രം. അവരെ ബഹുമാനിപ്പാണ്. സ്തോത്രം. അവരെ ബഹുമാനിച്ച് അവർ പറയുന്നുണ്ട്, ദിസ് ഈസ് ദ എഫെസ്യൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ്. If you do something, there is a promise behind that. നീ ഇത് ചെയ്താൽ നിനക്ക് ഈ നന്മ ഉണ്ടാകും എന്ന് പറയുന്ന ഒറ്റ കൽപ്പനയുള്ളത്. എന്താ? സ്തോത്രം. അപ്പനെ അമ്മയും ബഹുമാനിക്കുക. നിനക്ക് ദീർഘായുഷ്കാലം, നിനക്ക് ശുഭമായിരിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യേശു കർത്താവ് കാണിച്ച നല്ല മാതൃക നാം മറക്കരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് പിതാക്കന്മാർ മാതാക്കന്മാർ നമുക്ക് അനുഗ്രഹമാണ്. ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ. അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു, നിനക്ക് നന്മയായിരിക്കേണ്ടതിന്. സദൃശവാക്യങ്ങൾ പറയുന്നു, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവൻ നിന്റെ ശിരസിന് അലങ്കാരമായി, നിന്റെ കഴുത്തിന് സരപ്പുള്ളിയായി. കൾച്ചറൽ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയമുള്ള പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിച്ച്. Children, obey your parents in the Lord, for this is right. Praise the Lord. Hallelujah. That is very important. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകൽ എന്ന് പറയുന്നത്. ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ, when we upbring a child, hallelujah, there is a presence of God. Hallelujah. An invisible presence of God in our upbringing. Hallelujah. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ദൈവത്തിന്റെ ഒരു സ്ഥാനത്ത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, അപ്പനെ അമ്മയും കർത്താവിൽ ബഹുമാനം എന്ന് പറഞ്ഞാൽ അധികാരം കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്നതാണ്. ഒരു മാതാവും പിതാവും ആകുമ്പോൾ അവരിൽ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ മാതാക്കളെയും പിതാക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? കർത്താവിന്റെ കൃപ അവരുടെ മേൽ വെളിപ്പെടുകയും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാമ സ്തോത്രം ജീവിതത്തിന്റെ പല മേഖലകളിലും പല സാഹചര്യങ്ങളിൽ പോകുന്നവരാ, പല സംസ്കാരത്തിലേക്ക് നാം മാറ്റപ്പെടും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു മാറ്റമില്ല. സോ moms, mothers play an important part in God's redemption plan. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. നമ്മൾ പറയും, കുഞ്ഞുങ്ങളുടെ നിലയിൽ എത്തിയാ പിന്നെ, അല്ലെ, സ്വന്തം കാലിൽ നിന്നാ പിന്നെ ഞങ്ങൾക്ക് ആശ്വാസമാണ്. പക്ഷേ നിങ്ങൾക്ക് ആശ്വാസം എപ്പോഴാ വരുന്നറിയാമോ? when they reach the Lord. Hallelujah. ദൈവത്തിലേക്ക് നമ്മൾ തല പറയുമ്പോൾ, so mothers play an important role, hallelujah, in God's redemption plan, and they are worthy of honor. Hallelujah. So this morning I would like to admonish you, God designs mothers to be glory and steadfast influences for the children. Hallelujah. മഹത്വകരമായ ഒരു പ്രഭാവം കുഞ്ഞുങ്ങളിൽ ചെലുത്തുവാൻ ദൈവം മാതാക്കളെ ഡിസൈൻ ചെയ്തേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ആരും പുറകോട്ട് പോകരുത്. But also God wants his people to recognize the part of mother play in his plan to honor them in their role. നമ്മുടെ മാതാക്കളെ ആദരിപ്പാൻ, സ്തോത്രം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കർത്താവ് കാണിച്ച മാതൃക നാം പിൻപറ്റണം. മാതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, പിതാക്കന്മാരിൽ ഇത് ചെയ്യണമെങ്കിലും ഈ പ്രത്യേക ദിനത്തിൽ കർത്താവ് കാണിച്ച മാതൃക, be the voice to affirm a mother's God-given role. നമ്മുടെ ദൈവസഭയില് സ്തോത്രം കുടുംബത്തിന്റെ പ്രാധാന്യം പലപ്പോഴും ദൈവസഭകളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദേശം സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫാമിലി is an institution that God has ordained. Hallelujah. Anything that is a challenge to that, we have to defend it. Hallelujah. എന്നോട് സ്തുതിപ്പാൻ കഴിയും. കുടുംബം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാ. അതിനൊരു ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാതൃകയുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ വ്യവസ്ഥയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഏത് ശക്തി ഉണ്ടെങ്കിലും ദൈവസഭയെ ഡിഫെൻഡ് ചെയ്യണം. ദൈവസഭ നാട് ഓടുമ്പോൾ നടുവേ ഓടുന്ന പരിപാടി ദൈവസഭയ്ക്കില്ല. ദൈവസഭ മുന്നോട്ട് പോകുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. മാതാപിതാക്കൾ ദൈവം വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഒരു പരിധി വരെ, കുഞ്ഞുങ്ങൾ ഒരു പരിധിയാകുന്ന വരെ അവർക്ക് കീഴ്പ്പെട്ടിരിപ്പാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി 30-ാം വയസ്സിൽ ഇറങ്ങും വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവിടെ. ഞാൻ ദൈവം എനിക്ക് തോന്നുപോലെ ആകാന്ന് പറഞ്ഞു പോയില്ല. സ്തോത്രം. ഇത് ഒരു വ്യവസ്ഥയാ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. അത് ആരാ പാലിക്കേണ്ടത്? Who are the guardian of that great institution? It is the church. Hallelujah.
ദൈവസഭ ഇന്ന് പലയിടത്തും ഇതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊരു കുറവാ, അതൊരു തെറ്റാ. ഹല്ലേലൂയ. ദൈവദാസന്മാർ അവരുടെ ഉത്തരവാദിത്വം പുറകോട്ട് പോകുന്നുണ്ട്. ഇന്ന് പലയിടത്തും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കാറില്ല. സ്തോത്രം. അത് പ്രസംഗിച്ചാൽ ആള് വരത്തില്ല. എന്നൊരു കാര്യം മനസ്സിലാക്കിക്കോണം. ദൈവം വെച്ചിരിക്കുന്ന ആവാസവസ്ഥ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തില്, ഹല്ലേലൂയ, പിതാവ് ഒരു കുടുംബത്തിന്റെ തലയായി, ഹല്ലേലൂയ, മാതാവ് ആ കുടുംബത്തെ പരിപാലിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന മാതൃകയുള്ള അവസ്ഥയായി, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയായി, ഈ അനുഭവത്തിൽ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന്റെ നിയമമായി ഇത് മുന്നോട്ട് പോകേണ്ടതായി തരണം. So let us raise those voices in our everyday life. Praise her whenever our mothers need appreciation. അവർക്ക് പറയാറുണ്ട്, ആരും എന്നെ ഒരു കാര്യം അറിയുന്നില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാതാക്കൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. But they need appreciation. Hallelujah. They also make every day honoring and make honoring a spiritual habit. ആത്മീയമായ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ ആദരിക്കാൻ. അതുകൊണ്ട് വചനം പറയുന്നത് അന്യോന്യം ബഹുമാനിക്കുക. Praise the Lord. നിന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ മാതാക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം വെച്ചിരിക്കുന്ന ഈ വ്യവസ്ഥയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട് അത് പാലിച്ച് ദൈവദിന പ്രകാരം ഇത്രത്തോളം ആയിരിക്കാൻ ദൈവം നമ്മെ നമ്മുടെ തലമുറയും സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രിയമുള്ളവരെ, കുത്തൊഴിഞ്ഞ ജീവിതം ഈ രാജ്യത്ത് പലരും ഹല്ലേലൂയ പ്രൈസ് പ്രമാണിപ്പാൻ ശ്രമിക്കുമ്പോൾ ദൈവസഭ ഈ നാളുകളിൽ ഒന്ന് കണ്ടുണരുവാൻ, നമ്മുടെ തലമുറകളൊക്കെ ക്രമപ്രകാരം വചനപ്രകാരമായിരിക്കാൻ അതിനുള്ള കൃപ മാതാക്കൾക്ക് പ്രത്യേക ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ കർത്താവ് നൽകേണ്ടതിനായ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കാണിച്ച മാതൃക, ബിഹോൾഡ് ദൈ മദർ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉപദേശം സ്വീകരിക്കുന്ന നല്ല മാതൃകയുള്ളവരായി ജീവിക്കുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ഈ വചനത്തിന് കർത്താവ് കാണിച്ച നല്ല മാതൃക അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ ദൈവസഭയിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ അത് പാലിക്കപ്പെടുകയാകേണ്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എവിടെയും മാതാക്കൾ പിതാക്കന്മാർ തുച്ഛീകരിക്കപ്പെടാതിരിക്കട്ടെ. അവരെ കരുതുന്നവരായി, അവരെ കരുതുവാൻ കുഞ്ഞുങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവസഭകൾ അതിന് കാവലായി നിൽക്കുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോശാൻ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വായിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയോട് സ്തോത്രം ചെയ്ത് അടിയങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസ്ഥാനത്തിൽ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടിയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി ദൈവത്തെ സ്തുതിക്കുന്നു. അവ പാടി ഇങ്ങനെ ആരാധിപ്പാൻ ഞങ്ങൾക്കിടയാക്കി ഞങ്ങളുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനപ്പാഠവാക്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നവരെ അവിടുത്തെ ആകർഷണത്തെ സൂക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപയിൽ വളർന്ന് ഒരു ആളുകൾക്ക് കൊടുത്തവരെ സഹായിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൽപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവിന്റെ ദാസനെ അതിനായി ബലപ്പെടുത്തുക. കർത്താവെ, ഇന്ന് മാതാക്കളെ ഓർക്കുന്ന ദിനമാണ് കർത്താവെ. അങ്ങ് കാണിച്ച മാതൃക പോലെ കർത്താവെ, ഞങ്ങൾ കർത്താവെ മാതാക്കളെ ഓർത്ത് അവരെ മാനിച്ച് കർത്താവെ ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി അവരെ അനുസരണത്തിൽ വളർത്തുന്നവരായി തീരുവാൻ മാതാക്കൾക്ക് ആവശ്യമാകുന്ന എല്ലാ കൃപയും കൊടുത്തവരെ സഹായിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്യോപദേശത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവത്തിന്റെ കൃപയോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ മാനിക്കുന്നവരായി, അവിടുത്തെ കാഴ്ചയോട് തന്നെ ആയിരിക്കാൻ ദൈവകൃപ ഞങ്ങളോട് കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങളെ ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തികളെയും കുടുംബമായി ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ നടക്കുന്ന കർത്താവായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്മേലേറ്റിരിക്കുന്നവരൊക്കെ ഭംഗിയായി നിർപ്പാൻ ദൈവത്തിന് കൃപ കൊടുക്കണമേ. കർത്താവാദിയോടൊപ്പം കർത്താവിന്റെ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ കൃപ ഞങ്ങളെ സഹായിക്കണമേ. യാത്രയിലാകുന്നവരെ ദൈവം സൂക്ഷിച്ചു കൊള്ളണമേ. എല്ലാ നിലയിലും ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയോടെ നമ്മുടെ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Happy Mother's Day to all the mothers. Praise God. Hallelujah.
Can all the children and brothers please give a clap offering for the great work our mothers are doing? Praise God. And also on behalf of our YP, I would like to extend the gratitude for all the hard work the mothers are doing to prepare the children and the husbands. So may God bless you all for all the hard work, and may God keep you all in good health. Amen. None of the children become headache to you. That's what our prayer is. Praise God. So I would like to call upon the chairperson for this YP. God has brought us to on the 5th month of this year. God has been good to us, leading us wonderfully, providing us with all the things we need. So please give a round of applause for our chairperson, Uncle Thomas Uncle. Praise God. ഒരധികം കൂടെ ആരാധന ശേഷം യൂത്ത് നൈറ്റിക്കായിട്ട് നമുക്ക് കടന്നു വരാൻ ദൈവം കുറവൊന്നും അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് പ്രോഗ്രാമിൽ കാണുന്ന പ്രേയറാണ്, അതിനായിട്ട് സ്റ്റാൻഡ് പ്രോഗ്രാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അമ്മയുടെ കാലം എല്ലാ കുറുകൾക്കും അവൻ താരങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സന്നിധികളായിരുന്നു എല്ലാ കാര്യങ്ങളും നാമോദനായി കാണുന്നത് എല്ലാം ഞങ്ങൾ വേണ്ടി നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ശേഷം ഇന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഇത് മധുരമാണ്. എല്ലാ അമ്മമാരും വളരെ സന്തോഷത്തോടെ കാര്യം ചോദിച്ചാൽ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുകയും കുഞ്ഞുങ്ങൾക്ക് അമ്മയ്ക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷമാണ്. എല്ലാ വിധത്തിലും നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി മദേഴ്സ് ഡേ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ല അമ്മമാർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മതിയുള്ള സ്റ്റെഫിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് ദൈവം കൃപ വന്നു. ഞാൻ ഇന്ന് അറിയുന്നത് സ്റ്റെഫിയുടെ പേര് എലിസബത്ത് കൂടെ ഉണ്ടെന്നുള്ളത്. എൻ്റെ അമ്മയുടെ പേര് എലിസബത്ത്. ഞങ്ങളുടെ വീട്ടിൽ 6 എലിസബത്തുമാരുണ്ട്. അതിൽ ഏറ്റവും ഇളയ എലിസബത്താണ് ടിൻസി എലിസബത്ത്. ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് എലിസബത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ ദൈവം കൃപ വന്നു. എല്ലാവരും ഇനി നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് ആദ്യമായിട്ട് ഇസബെല്ല റോസ് വർഗീസ് സോങ്. I
Then came the morning that sealed the promise. Your very body began to weep. Out of the silence, the roaring lion declared the grave has no claim on me. Then came the morning that sealed the promise. Your very body began to weep. Out of the silence, the roaring lion declared the grave has no claim on me. Jesus rose into victory. Hallelujah, praise the one who set me free. Hallelujah, that God lost his grip on me. You have broken every chain. There's salvation in your name. Jesus Christ, hallelujah. Hallelujah, praise the one who set me free. Hallelujah, that God lost his grip on me. You have broken every chain. There's salvation in your name. Jesus Christ, Praise the Lord. Today we will be playing a song called Hallelujah. Romans 15 verses 13. Now may the God of hope fill you with all joy and peace, believing that you may abound in hope by the power of the Holy Spirit. The joy and peace that comes from the Holy Spirit is what we call the Hallelujah. I will be playing this song on the guitar, and my family will help sing this song with me. Please join us. Some days I climb a mountain, some days I touch the clouds, some days my best friend has been so far now. There's mercy new each morning, coming through the night. My eyes are fixed on Jesus, and I'm gonna be alright. I got that hallelujah feeling down in my soul. I got that hallelujah feeling that won't let go. I've been born again, yes and amen. No matter what comes, I know I got that hallelujah feeling down in my soul. Hallelujah.
short story, Adam Sam Abhilash. Today I want to tell a story about a mother's love. Do you guys know who invented the electric bulb? Yes, you are correct. I am going to tell a story about a mother's love. One day Thomas Edison came home after school and gave a paper to his mother. He told, my teacher gave this paper to me and told only give your mother. His mother's eyes were tearful as she read the letter, love to her child. Your son is a genius. This school is too small for him and does not have enough good teachers for training him. Please teach him yourself. Many years after Edison's mother had died, he became one of the greatest inventors of the century. One day he walked through the old closet and found a folded letter that is given by Edison for his mother. He opened the letter and the letter written on the paper was, your son is mentally ill. We cannot let him attend our school anymore. He is expelled. He became emotional after reading the letter. He wrote on his diary, Thomas Alva Edison was a mentally ill child whose mother turned him into the genius of the century. The moral of the story is a mother's love, upbringing can help to change the destiny of the child. Happy Mother's Day to all mothers. Thank you. യേശുവിന്റെ ഒരു പുസ്തകം നമ്മൾ വീണ്ടും വായിച്ചു പോകാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് മീറ്റിംഗ് നടത്താൻ ദൈവം കൃപ വന്നു. എല്ലാ പ്രോഗ്രാമും ഏറ്റവും അനുഗ്രഹമായിട്ട് നടത്തുവാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കൃപ കൊടുത്തു. അതിനാൽ ദൈവത്തെ ശ്രമിക്കുന്നു. ഓരോ പ്രാവശ്യവും കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നന്നായിട്ട് ഡിഫറൻസ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാമെങ്കിൽ വളരെ നന്നായിരുന്നു. ഉദാഹരണമായിട്ട് ഒരു ഭാവനയോ അല്ലെങ്കിൽ ചെറിയ 5 മിനിറ്റ് സ്കിറ്റോ ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും ആഗ്രഹിക്കുന്നു. ഈ വർഷം ഒത്തിരി ബിസിയുള്ള വർഷമാണ് നമുക്ക് സഭയ്ക്കുള്ളത്. എന്നിരുന്നാലും ഒരു മ്യൂസിക് നൈറ്റ് നടത്തുവാൻ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാം കൊണ്ട് നടത്തുന്ന ആഗ്രഹമായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഷുറൻസ് ഒക്കെ വായിക്കാനായിട്ട് നന്നായിട്ട് അറിയുകയൊക്കെ ചെയ്യാം. മനസ്സിലായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും. സമയം ഉണ്ടെങ്കിൽ മാത്രം. എത്ര അനുഗ്രഹമായിട്ട് കൃപ വന്നു. എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ട് തന്നെ മെസ്സേജ് പ്രാർത്ഥിച്ച് സ്തോത്രം. ഹാലേലൂയ. ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ തുടങ്ങി സമയം വെച്ച് നോക്കുമ്പോൾ സമയം ആകതേ ഉള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രത്തോളം പ്രോഗ്രാംസ് നടത്തുവാൻ കർത്താവിനെ സഹായിച്ചല്ലോ. പ്രിയ ജസ്റ്റിനെയും അതുപോലെ ചുമതലക്കാരെ സഹായിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. തോമസങ്ങളുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുക കർത്താവ് സഹായിച്ചു. പ്രതിയാൽ ജോസ്റ്റാൻ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെടുത്തി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. 38 വർഷത്തെ കുടുംബജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിച്ചിരുന്ന് ഒരു പാട്ട് ഒരു കുടുംബമായി പാടുവാനൊക്കെ കർത്താവ് ഇടയാക്കി. പ്രത്യേക കുടുംബത്തെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു കർത്താവ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയത് ഓർത്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി വീണ്ടും ജോസ്റ്റാനെയും എൽസിയാന്റെയും അവരുടെ തലമുറകളിൽ നിർത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത മാസക്കാലം നമ്മുടെ പ്രോഗ്രാംസ് ഭംഗിയായി നടത്തുമ്പോൾ ഇടയായി തീരട്ടെ. അതുപോലെ നമ്മുടെ ടാലന്റ് ടെസ്റ്റ് ഒക്കെ ഏറ്റവും അനുഗ്രഹമാണ് കർത്താവ് ഇടയാക്കേണ്ടതിന് എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ ഒരാഴ്ചക്കാലം നമ്മെ കർത്താവ് പരിപാലിക്കട്ടെ. ജയസുമായി കർത്താവ് നടത്താൻ അനുഗ്രഹിക്കുന്ന ആരാധന നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ. അതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പല സന്തോഷ വാർത്തകളും ഇന്ന് പകൽക്കാലം കേൾക്കുവാനിടയായി. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൂട്ടുവരുത്തിയ സമയം ദൈവത്തോടെ ഞങ്ങളെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഞങ്ങൾക്ക് നൽകി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതിനുശേഷം കർത്താവെ ഞങ്ങൾക്ക് വൈപിയായി കൂടി വരുവാൻ അതിൽ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നടത്തുവാൻ കർത്താവ് ഇടയായി കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ
പ്രത്യേകാല ഹല്ലേലൂയ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തോമസ് നടത്താവുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമിടോ എന്ന് പകൽക്കാലം അവിടുത്തെ നാമത്തിന് മഹത്വത്തിനായി അവതരിപ്പിക്കേണ്ട എല്ലാ പ്രോഗ്രാംസിനായി സ്തോത്രം. അതിന്മേലുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകാലം ശരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തില് കർത്താവ് കഴിഞ്ഞ 38 വർഷക്കാലം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. 22-ാം തീയതി അവരുടെ കുടുംബജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഇന്ന് പകൽക്കാലം അവർ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇവിടെ വന്ന് ദൈവങ്ങളുടെ മുമ്പാകെ ഒരു പാട്ട് കുടുംബമായി പാട്ട് ദൈവത്തെ ഉയർത്തുവരെ സഹായിച്ചല്ലോ. അവരുടെ അനുഗ്രഹമായി തീരണം. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് പാർത്ത വിശ്വസ്തയാചരിച്ച ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വീണ്ടും ആയിരിക്കാൻ പ്രിയ മാതാപിതാക്കളെ അങ്ങ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ചൊല്ലി അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേലോട് നയിച്ച് അവരെ അനുഗ്രഹിച്ചാട്ട് കഥാവി പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവസരമായി ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. അതിനായി പ്രിയ ദേവദാസ് ഞങ്ങൾ ബലപ്പെടുത്തിയല്ലോ. പ്രിയ ദേവദാസോട് കേൾപ്പിച്ച ആലോചന പ്രകാരം ഞങ്ങളുടെ ഭവനങ്ങള്, ഞങ്ങളുടെ വീടുകള് യഹോവയായ ദൈവം പണിയുന്നതായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ. അതിനായി എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ അഭിഷേകത്തോടെ പകൽക്കാലം അവിടുത്തെ വചനം സംസാരിപ്പാൻ നിർത്തിയല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായി കർത്താവ് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വൈപ്പിയുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. സൺഡേ സ്കൂൾ പ്രോഗ്രാമുകൾക്കായി സ്തോത്രം. അടുത്ത മാസങ്ങൾ നടക്കുന്ന ടാലന്റേഷനായി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇതിന്റെ ചുമതല വഹിക്കുന്ന പ്രിയ ദിവസം കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അവരെ സഹായിക്കണമേ. അവിടുത്തെ നാമ ദൈവസഭയിലൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങളിപ്പോൾ കർത്താവേ ഹല്ലേലൂയ അടുത്ത മാസക്കാലം നടക്കുന്ന വൈപ്പിക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രോഗ്രാം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും തക്കതായ സമയങ്ങളിൽ ചെയ്യുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ദൈവസഭയായി ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന സാന്നിധ്യം കൂടെ ഉണ്ടാകണം. അടുത്ത മാസം കാലം ഞങ്ങൾ വൈപ്പിയായി കൂടി വരുമ്പോഴേയും ദൈവത്തിന്റെ കൃപയെ ഞങ്ങളെ മറക്കണമേ. ഞങ്ങൾ കർത്താവായിരിക്കുന്നിടങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ചാട്ട് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ആഴ്ചക്കാലം ജീവൻ ആവശ്യം എല്ലാ ദൈവവും നൽകി തരണം. എല്ലാ കൂട്ടായ്മയോടെ അനുഗ്രഹിക്കണം. മാനവ മഹത്വം അവിടെ കർത്താവിന്റെ നാമത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടതാ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസ കൂട്ടായ്മയും കാവൽ നമ്മോട് പ്രാർത്ഥിക്കുന്നോടും ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമായിട്ടുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന് നാളെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ